തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. പ്രധാന ക്ഷേത്രമായ തിരുവമ്പാടിയിൽ കൊടിയേറ്റ് ഇപ്പോൾ നടക്കുകയാണ്. പാറമേക്കാവിലും അല്പസമയത്തിനകം കൊടിയേറ്റ് നടക്കും. തിരുവമ്പാടി കൊടിയേറ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലൂർ കൊടിയേറ്റിനോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. അടുത്ത വെള്ളിയാഴ്ച ഏപ്രിൽ 19-നാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കിപ്പം പൂരനഗരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഷോയ്, പറയൂ, എപ്പോൾ കൊടിയേറ്റം നടക്കും? എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഇപ്പോൾ കൊടിമരം നേരത്തെ തയ്യാറാക്കിയ ഇടത്തു നിന്നും കൊടിയേറ്റ് നടക്കുന്ന ഇടത്തേക്ക്, ഭൂമി തയ്യാറാക്കിയ ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തട്ടകക്കാരാണ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് കൊടിയേറ്റ് നടത്തുന്നത്. ഈ അടയ്ക്കാമരം ചെത്തി മിനുക്കിയാണ് കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത്. പാരമ്പര്യ അവകാശികളായ താഴത്തുപുരയ്ക്കൽ ആശാരി ഗൃഹത്തിൽ നിന്നുള്ള സുന്ദരൻ, സുഷിത്ത് എന്നിവർ ചേർന്നാണ് ഈ കൊടിമരം തയ്യാറാക്കിയിരിക്കുന്നത്. ഈ അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൽ കൊടിയേറ്റ് നടക്കും. ഇതിന് ശേഷമായിരിക്കും പാറമേക്കാവ് വിഭാഗത്തിൽ, പാറമേക്കാവ് ക്ഷേത്രത്തിനകത്ത് കൊടിമരം കൊടിയുയർത്തുക. ഈ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ക്ഷേത്രത്തിൽ നിന്നും പൂരം പുറപ്പാട് ആരംഭിക്കുക. തിരുവമ്പാടിയിൽ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരൻ, പൂരനായകനായ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റുകൊണ്ട് ഈ നായ്ക്കനാൽ ഭാഗത്തേക്ക് ആദ്യം എത്തും. നായ്ക്കനാൽ എത്തുന്നതോടുകൂടി നടുവിലാൽ പൂരപ്പറമ്പ് ഭാഗത്തേക്ക് പിന്നീട് പൂരപതാകകൾ നായ്ക്കനാലിലും ഉയർത്തിയ ശേഷമായിരിക്കും പിന്നീട് ആ പൂരം പുറപ്പാട് മുന്നോട്ട് നീങ്ങുക. അതിനുശേഷം മഠത്തിൽ വെച്ചാണ് ആറാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഇന്ന് അതിനുശേഷം ഈ തിരുവമ്പാടിയുടെ ഈ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം തൊട്ട് അടുത്ത സമയം തന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെയും കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിക്കും. അവിടെയും ഇതിന് സമാനമായി തന്നെ, തിരുവമ്പാടിയിന് സമാനമായി തന്നെ അവിടെയും ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം തന്നെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ നടന്ന ശേഷം ഉടനടി തന്നെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിലെ കൊക്കർണിയിൽ വെച്ചായിരിക്കും ഇത്തരത്തിൽ ആറാട്ട് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റുകൾ കഴിഞ്ഞാൽ അതിന് മുൻപായി തന്നെ ലാലൂരിൽ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം അയ്യന്തോളിൽ ഇപ്പോൾ ഇതേ സമയം തന്നെയാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. കൂടാതെ മറ്റ് ഘടകക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. ഏറ്റവും അവസാനം നെയ്തലക്കാവ് ഭഗവതിയുടെ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തിയാകുന്നതോടുകൂടിയാണ് പൂരം കൊടിയേറ്റ് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാവുക. എന്തായാലും ഈ വർഷത്തെ തൃശ്ശൂർ പൂരം അതിഗംഭീരമായി തന്നെ നടത്താൻ തയ്യാറെടുക്കുകയാണ് പൂരപ്രേമികളും ദേവസ്വങ്ങളും എല്ലാം തന്നെ. അതിൻ്റെ ഒരുക്കങ്ങളാണ്, അന്തിമഘട്ട ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മേളം, പഞ്ചാരി മേളത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് മുൻപായി എല്ലാവരെയും ഇവിടെ ഒന്നിച്ച് കൂട്ടുന്നതിന് വേണ്ടി തിരുവമ്പാടി ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. മേളത്തിന് ശേഷം ഇപ്പോൾ മറ്റ് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുകയും ശീവേലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെയാണ് നടക്കുക. ശീവേലി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ കൊടിമരം ഉയർത്തുന്ന ചടങ്ങുകളാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അല്പസമയം കഴിഞ്ഞാൽ പാറമേക്കാവിലും കൊടിയേറ്റ് നടക്കും. ഇപ്പോൾ രാവിലെ പഞ്ചാരി മേളത്തോടു കൂടിയാണ് ചടങ്ങുകൾക്ക് തിരുവമ്പാടിയിൽ തുടക്കമായത്. ഇപ്പോൾ കൊടിമരം ഉയർത്തുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ ആയിരിക്കും ചടങ്ങുകൾ നടക്കുക. അടുത്ത വെള്ളിയാഴ്ച ഏപ്രിൽ 19-നാണ് തൃശ്ശൂർ പൂരം. ഗോകുൽ VS പാറമേക്കാവ് ക്ഷേത്രത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ എപ്പോഴാണ് കൊടിയേറ്റ്? 12 മണിയോടെ അടുപ്പിച്ചായിരിക്കും പാറമേക്കാവ് കൊടിയേറ്റ് നടക്കുക. ഇപ്പോൾ പാറമേക്കാവ് കാശിനാഥൻ ആന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റ് ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അതിനുശേഷം കൊടിക്കൂറ ഉയർത്തിയതിന് ശേഷം
ഭഗവതി ഇവിടെ തിടമ്പേറ്റി വടക്കുനാഥനിലെ കൊക്കർണിയിൽ ആറാട്ടാണ്. അങ്ങനെ ഇന്നത്തോടുകൂടി ഇന്ന് 12 മണിയോടടുപ്പിച്ച് പാറമേക്കാവിലെ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. ഇനി തൃശ്ശൂർ പൂരലഹരിയിലാണ്. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷവും പൂരം എന്നുള്ളൊരു ചിന്ത മാത്രമേ തൃശ്ശൂരുകാരുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ തന്നെ നിരവധി പേർ ഈ കൊടി ഉയർത്തുന്നത് പൂരത്തിന് തുടക്കമാകുന്നതൊക്കെ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ചേട്ടാ, തൃശ്ശൂർ പൂരത്തിൻ്റെ ആവശ്യത്തിലായോ? എങ്ങനെയാണ് പൂരം? ഇനിയുള്ള ചിന്തകൾ മുഴുവൻ പൂരത്തിലായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഫുള്ള് പൂരം മാത്രമായിരിക്കും? അതെ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഉപചാരം ജോലി കഴിയുന്നത് വരെ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിൽ തന്നെയാണ്, പറമ്പിൽ തന്നെയാണ്. ഊണും ഉറക്കവും എല്ലാം പറമ്പിൽ തന്നെയാണ്. പൂരമാകുമ്പോൾ ചൂടൊക്കെ സാധാരണ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ പൂരമാകുമ്പോൾ അതൊന്നും ഒരു കാരണവശാലും തളർത്തില്ല അല്ലേ തൃശ്ശൂരുകാർ? വർഷത്തിൽ ഒരിക്കലും വരുന്നൊരു കാര്യമാണ്. പക്ഷേ ചൂട് നമ്മൾ ഒരു വിധത്തിലും ബാധിക്കില്ല. കാരണം നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പൂരത്തിലുണ്ട്. അപ്പോൾ ചൂട് അതൊരു ഭാഗമാണ്. ചൂടങ്ങ് മാറ്റി നിർത്തും, ഞങ്ങളങ്ങ് ഇറങ്ങും. ഈ ചൂടെങ്ങനെയാ പൂരത്തിന് സീനാണോ? ഇല്ല ഒന്നുമില്ല. എത്ര ചൂടായാലും എത്ര ഉയർന്നാലും ഇറങ്ങുക തന്നെ. അതാണ് തൃശ്ശൂരുകാരുടെ ഒരു വൈബ് അങ്ങനെയാണ്. അതായത് എത്ര ചൂടായാലും ശരി, എന്തായാലും ശരി, പൂരം വിട്ടൊരു കളിയില്ല, പൂരത്തിന് ഇറങ്ങുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിഞ്ഞ് പൂരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് മറ്റ് ആശങ്കപ്പെടുത്തുന്ന ചില ദിവസങ്ങളൊക്കെ, പ്രത്യേകിച്ച് അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടു. ഈ ആനകൾ നിൽക്കുന്നിടത്ത് നിന്ന് 50 മീറ്റർ മാറി വേണം മേളക്കാർ നിൽക്കാൻ എന്നുള്ള തരത്തിലുള്ള ഉത്തരവുകളൊക്കെ വന്നത്. പക്ഷേ അതൊക്കെ തന്നെ പിൻവലിക്കണം എന്നുള്ളതാണ് ഈ ദേവസ്വങ്ങളുടെ ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് അവർ വനം മന്ത്രിയെ കാണുന്നുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് നീക്കുന്നുമുണ്ട്. ഇന്ന് ഉച്ചയ്ക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും തൃശ്ശൂരുകാർ അതൊന്നും വകവയ്ക്കുന്നില്ല. പൂരം എന്നുള്ളത് ഒരു ലഹരിയിൽ തൃശ്ശൂരാകുന്നു. ലഹരിയിലാണ് ഇനിയുള്ള ദിവസങ്ങൾ, രാവും പകലും ഒക്കെ തൃശ്ശൂർ. ശരി, പാറമേക്കാവ് ക്ഷേത്രത്തിൽ 12 മണിയോട് അടുത്തായിരിക്കും കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ തന്നെ വലിയ ഭക്തജന തിരക്ക് 2 ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലാലൂരിൽ കൊടിയേറിയതുകൂടിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ ചടങ്ങുകൾക്ക് തുടക്കമായത്. നമുക്ക് വീണ്ടും തിരുവമ്പാടിയിലേക്ക് പോകാം. ഏത് നിമിഷവും ആ ചടങ്ങുകൾ, കൊടിയേറ്റ ചടങ്ങുകൾ നടക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം എല്ലാവരും വളരെ ആവേശത്തോടു കൂടി, വലിയ പ്രതീക്ഷയോടു കൂടി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിഷോയ്, പറയൂ വിവരങ്ങൾ. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ അതിൻ്റെ ഭൂമി പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് കൊടിയേറ്റിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. തട്ടകക്കാരാണ് ഈ എല്ലാ ക്ഷേത്രങ്ങളിലും കൊടി ഉയർത്തുക. അതായത് എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഒത്തൊരുമയുടെ സന്ദേശം കൂടിയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒത്തുചേർന്ന് ഒന്നിച്ചുകൊണ്ട് ആർപ്പ് വിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ കൊടിമരം ഉയർത്തുകയാണ് ചെയ്യുക. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല, ജാതി മത വ്യത്യാസമില്ല, ഒന്നും തന്നെയില്ല. എല്ലാവരും ഒന്നാണ് എന്നൊരു സന്ദേശം കൂടിയാണ് തൃശ്ശൂർ പൂരം നൽകുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും, പല വിധത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകളുണ്ട്, സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. കൂടാതെ ഇപ്പോൾ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം കൂടിയാണ് തൃശ്ശൂർ പൂരം നൽകുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകളും അതിനോടൊപ്പം തന്നെ ഈ കൊടിയേറ്റിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഈ കൊടിമരം തയ്യാറാക്കിയത്. ഈ കൊടിമരം തയ്യാറാക്കി രാവിലെ മുതൽ തന്നെ അതിൻ്റെ ഈ അവകാശികളായ, അതിൻ്റെ നിർമ്മാണ അവകാശികളായ കുടുംബം ഇവിടെ രാവിലെ മുതൽ തന്നെ എത്തി കൊടിമരം ചെത്തി മിനുക്കി ഈ കൊടിമരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നിപ്പോൾ രാവിലെ കൊടിയേറ്റിന് ശേഷം ഉടനടി തന്നെയാണ് പാറമേക്കാവിൽ പൂരം പുറപ്പാടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള പൂരം പുറപ്പാട് ഉണ്ടാവുക. ആദ്യം നായ്ക്കനാൽ ഭാഗത്തേക്ക് എത്തി, അതിനുശേഷം ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തി, അവിടെ മേളത്തോടുകൂടി എത്തിയ ശേഷമായിരിക്കും പിന്നീട് അവിടെ മേളം അവസാനിപ്പിച്ച് പിന്നീട് വീണ്ടും ബ്രഹ്മസ്വം മഠത്തിലേക്ക് പോവുക. ബ്രഹ്മസ്വം മഠത്തിലായിരിക്കും ഈ തിരുവമ്പാടി എന്തായാലും അല്പസമയം കൂടി കാത്തിരുന്നാൽ മതി. പാറമേക്കാവിലെയും തിരുവമ്പാടിയിലെയും കൊടിയേറ്റിനായി വലിയ രീതിയിൽ ഭക്തജന തിരക്ക് നമുക്ക് ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. ഈ അടുത്ത വെള്ളിയാഴ്ചയാണ് പൂരങ്ങളുടെ പൂരമായി തൃശ്ശൂർ പൂരം. അതിനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ എല്ലാവരും.